ചേച്ചി ഞങ്ങൾ ഹരിതകർമ്മസേനയുടെ ഭാഗമായിട്ടാണ്. ഹരിതകർമ്മസേനയോ അതിപ്പോ ഒരു പുതിയ ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. എന്തായാലും ചേച്ചിക്ക് അറിയത്തില്ലേ, നമ്മുടെ വീട്ടിലത്തെ പ്ലാസ്റ്റിക് ഇല്ലേ ആ ഞങ്ങൾ കൊണ്ട് റീസൈക്കിൾ ചെയ്യും. പുതിയൊരു ഗവൺമെന്റ് പദ്ധതിയാണ്. ഒരു മാസം ഒരു 50 രൂപ വെച്ച് നമ്മൾ മേടിക്കും. എത്ര രൂപ? 50 രൂപ തന്നിട്ട് പ്ലാസ്റ്റിക് തരണം. ഞങ്ങളിവിടെ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാറില്ല. ചെറുതായിട്ടെങ്കിലും പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാറില്ല. ഇല്ല ഞങ്ങളവിടെ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് തരാനുള്ള പൈസ ഇവിടെ ഇല്ല. എന്നും എനിക്ക് 50 രൂപ നോക്കാം, പൈസ ഒന്നും ഇവിടെ. ഇനി വേണ്ട ചേച്ചി. നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഒക്കെയോ അത് നോക്കിയിട്ട് ടച്ചാനോ പോലെ നമ്മളായിട്ട് ചുമ്മാ ഒരു നമ്മൾ 50 രൂപ കൊടുക്കണ്ടേ? ശരി, മോൾ പഠിക്കുന്നില്ലേ? നാളെ എക്സാമല്ലേ? നിങ്ങൾക്ക് അവിടെ നിന്ന് പ്ലാസ്റ്റിക് കിട്ടിയില്ലേ? ഓ, അവരുടെ വീട്ടിൽ പ്ലാസ്റ്റിക് ഒന്നും ഇല്ലെന്നാ പറയുന്നത്. അതെന്ത്? അറിയത്തില്ല. അവര് നമ്മളെന്തിനാ ഈ മഴയത്ത് പ്ലാസ്റ്റിക് അവർക്ക് വീട്ടിലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. താല്പര്യമില്ല ഒന്നും തരാം. നമ്മളെന്താ കഷ്ടപ്പെട്ട് നമുക്ക് പോവാൻ എന്തായാലും. അപ്പോ നമ്മൾ എന്താണ് പഠിച്ചത്? കുറിച്ചാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഉപയോഗവും ദോഷങ്ങളും പഠിക്കാം. എന്തായിരിക്കും പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഉപയോഗം? എന്നാൽ ഐഷ പറഞ്ഞേ, എന്തായിരിക്കും പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഉപയോഗങ്ങൾ? പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നമുക്ക് ബോട്ടിലുകളും ടിന്നുകളും. അതെ, ബോട്ടിലുകളും ടിന്നുകളും ഉണ്ടാക്കാൻ പറ്റും. അടുത്ത ആള് പറഞ്ഞ എന്തായിരിക്കും വേറൊരു ഉപയോഗം? കവറുകൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, എന്നാൽ ഇനി പ്ലാസ്റ്റിക് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ശ്വസിക്കുന്ന രോഗങ്ങളൊക്കെ ഉണ്ടാകും. അടുത്ത ആള് പറഞ്ഞേ, അറിയാമോ? അത് മണ്ണിൽ അലിഞ്ഞു ചേരില്ല അല്ലേ? അപ്പൊ ഇത്രയും ദോഷങ്ങളുണ്ട് പ്ലാസ്റ്റിക്കുകൾക്ക്. എന്നാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക്കുകൾ നിങ്ങൾ എന്താണ് ചെയ്യാറ്? എന്തൊക്കെയാണ് ചെയ്യാറ്? പറയാമോ? കത്തിച്ച് കളയും. നിങ്ങൾ കത്തിച്ച് കളയും. അടുത്ത ആൾ എന്താണ് ചെയ്യാറ്? കുഴിച്ചിടും. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലേ? എന്നാൽ ഇതൊക്കെ ശരിയാണോ? നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണോ? അല്ല അല്ലേ? അത് ശരിയല്ല. എന്തുകൊണ്ടായിരിക്കും? അപ്പോ പ്ലാസ്റ്റിക് നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞു, മണ്ണിലേക്ക് കുഴിച്ചിടുമെന്ന് പറഞ്ഞു. മണ്ണിലേക്ക് വലിച്ചെറിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? മണ്ണിൽ ലയിക്കില്ല. അതെന്ത് ചെയ്യും? മണ്ണ് മലിനീകരണത്തിന് കാരണമാകും. ഇനി അത് വായു നമ്മൾ കത്തിച്ചാലോ? വായു മലിനീകരണത്തിന് കാരണമാകും. അതിലൂടെ നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകാം. ഇനി നമ്മൾ ഈ പ്ലാസ്റ്റിക്കുകളെയൊക്കെ തോടിലേക്കോ കടലിലേക്കോ ഒക്കെ വലിച്ചെറിഞ്ഞാലോ? മീനുകൾ ചത്തുപോകും. മീനുകൾ ചത്തുപോകും. എങ്ങനെ? അവിടുത്തെ ജലം മലിനീകരണപ്പെട്ട് അവിടുത്തെ മത്സ്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ചത്തുപോകും. ഇനി നമുക്ക് ഇങ്ങനെയാണെങ്കിലും ഈ പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കുകളെ എന്ത് ചെയ്യാൻ പറ്റും? നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? പ്ലാസ്റ്റിക്കുകളെ റീസൈക്കിൾ ചെയ്യാം. നിങ്ങൾ ഹരിതകർമ്മസേന എന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ വീട്ടിൽ വരാം. അതെ, ഹരിതകർമ്മസേന വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക്കുകൾ കളക്ട് ചെയ്ത് പോകാറുണ്ട്. അപ്പോ ഹരിതകർമ്മസേന വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലാ മാസത്തെയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ചത് ശേഖരിച്ച് വെച്ച് എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. മോള് വന്നോ? ചായ ഇപ്പൊ തരാം. സ്കൂളിൽ എന്തൊക്കെയുണ്ട് വിശേഷം? പ്ലാസ്റ്റിക്കിനെ പറ്റി പഠിച്ചുമ്മ. പ്ലാസ്റ്റിക്കിനെ പറ്റിയോ? ഒരുപാട് ദോഷങ്ങളുണ്ട്. എന്തൊക്കെയാ ദോഷങ്ങള്? നമ്മളിത് മണ്ണിൽ വലിച്ചെറിഞ്ഞാൽ മണ്ണിന് മലിനീകരണം ഉണ്ടാകും. മണ്ണിൽ വലിച്ചെറിഞ്ഞാല് കത്തിച്ചാലും ദോഷമാണ്. എന്ത് ദോഷം? മണ്ണിൽ വലിച്ചെറിഞ്ഞാൽ മണ്ണിന് മൊത്തം മലിനീകരണം ഉണ്ടാവും. കത്തിച്ചാൽ നമുക്ക് അസുഖങ്ങൾ വരും. അസുഖം വരുമോ? ആര് പറഞ്ഞേ? ഇന്ന് ടീച്ചർ എന്താ പഠിച്ചത് സ്കൂളിൽ? പറഞ്ഞു വിട്ടവരോ? അവര് തന്നെ. നമ്മള് പ്ലാസ്റ്റിക് അവർക്ക് കൊടുത്താൽ മാത്രം മതി.
കഴുകി സൂക്ഷിച്ചു വെക്കാനോ? അപ്പൊ അവരൊരു എടുത്തോണ്ട് പോവോ? ആ ഹരിതകർമ്മസേന വന്ന് അത് എടുത്തോണ്ട് പൊക്കോളും. അങ്ങനെ ചെയ്യണം അല്ലേ? ഇതിനൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നാ? അങ്ങനെ ചെയ്യണമെന്ന് ടീച്ചർ അത് പറഞ്ഞതാ. എന്റെ ക്ലാസ്സുകൾ ഒരുപാട് കുട്ടികളെ പ്ലാസ്റ്റിക് അവർക്ക് കൊടുക്കുന്നുണ്ട്. ആണോ? ഇന്ന് അങ്ങനെ ചെയ്യാം കേട്ടോ. മോളെ വിഷമിക്കണ്ട കേട്ടോ. ആ മോള് ചായ കുടിക്കും. ആ ബിസ്ക്കറ്റും കൂടെ പോയി എടുത്ത് കഴിക്ക്. ഒന്ന് നിൽക്കൂ. എന്ത് ചേച്ചി വിളിച്ചേ? ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നില്ല, അതും കൂടി തരാനായിരുന്നു. ഈ വീട്ടിലല്ലേ ഒരു പ്ലാസ്റ്റിക് ഇല്ലാന്ന് പറഞ്ഞത്? പ്ലാസ്റ്റിക് എനിക്കൊരു അബദ്ധം പറ്റാറ്. കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ട്. എത്ര രൂപ റിസർവ് ചെയ്യുന്ന പറഞ്ഞാൽ പ്ലാസ്റ്റിക് തരട്ടെ? ഒരു മാസം 50 രൂപ വെച്ച് എഴുതിപ്പൊടി. ആ പേരെന്താ? പെരുമല. എന്നാ ചേച്ചി പോയി വേസ്റ്റ് എടുത്തിട്ട്. ആ ശരി. പ്ലാസ്റ്റിക് 50 രൂപയല്ലേ റിസർവ് ചെയ്യുന്ന പറഞ്ഞേ? ശരി കേട്ടോ. ശരി ചേച്ചി ശരി. പിന്നെ അമ്മ അങ്ങനെ പറഞ്ഞത് മനസ്സിച്ചേക്കില്ല കേട്ടാ. ഇല്ല ചേച്ചി അത് സാരമില്ല. അത് കുഴപ്പമില്ല. ശരി അടുത്ത മാസം തൊട്ട് എടുത്ത് എല്ലാ മാസം വരും ചേച്ചി ഞങ്ങൾ ഈ സമയമാകുമ്പോൾ.